വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ കുക്കിംഗ് വീഡിയോ പ്രതീക്ഷിച്ചിട്ട് ഇരിക്കാമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളെ കുക്കിംഗ് വീഡിയോയിലോട്ടല്ല കൊണ്ടുപോകുന്നത്, ഞങ്ങൾ ചെറിയൊരു അറിവിന്റെ ലോകത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത്. പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ നിങ്ങൾ എല്ലാവരും വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ അടുക്കളത്തോട്ടവും അതുപോലെ തന്നെ പൂന്തോട്ടവും നിങ്ങൾ കൂടുതൽ പരിചരിക്കാൻ തുടങ്ങി. അതിരാവിലെ തന്നെ എന്റെ അമ്മയുടെ ഫോണിൽ വരുന്ന പല വർണ്ണങ്ങളുള്ള പൂക്കളുടെയും അതുപോലെ തന്നെ പച്ചക്കറികളുടെയും ഫോട്ടോകൾ കണ്ടപ്പോഴാണ് എനിക്ക് പൂക്കളെയും കൂടുതൽ അടുത്ത് കാണാനും അവരെ നിരീക്ഷിക്കാനും അതുപോലെ തന്നെ സൃഷ്ടിക്കാനും എനിക്ക് ആഗ്രഹം തുടങ്ങിയത്. വരുന്ന പൂക്കൾ എന്റെ കയ്യിൽ കിട്ടാൻ യാതൊരു ചാൻസുമില്ല. അത് കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം ഉള്ള അമ്മയുടെ ഫ്രണ്ട്സ് അയക്കുന്നവയാണ്. ആ പൂക്കളൊന്നും എനിക്ക് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ എന്റെ തോട്ടത്തിലുള്ള ചെമ്പരത്തി പൂവിലേക്ക് തന്നെ ഞാൻ എത്തി. ഇതാണ് കേട്ടോ എന്റെ തോട്ടത്തിലുള്ള ചെമ്പരത്തി പൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ എനിക്കിത് വളരെയധികം പ്രയോജനപ്പെട്ടു. എങ്ങനെയാന്ന് ചോദിച്ചാൽ എന്റെ 6ാം ക്ലാസ്സിലെ സയൻസ് പാഠപുസ്തകത്തിലെ ഒരു ചാപ്റ്ററാണ് ഫ്ലവർ ടു ഫ്ലവർ. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെമ്പരത്തിപ്പൂവിന്റെ വിവിധ ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് കേട്ടോ ചെമ്പരത്തിപ്പൂവിന്റെ വിവിധ ഭാഗങ്ങൾ. ഇതാണ് ചെമ്പരത്തിപ്പൂവിന്റെ ഇതൾ, കൊറോള. അതുപോലെ തന്നെ ഈ മുകളിൽ കാണുന്ന സംഭവമാണ് ആൻഡ്രോഷ്യം. അതുപോലെ തന്നെ ഇതാണ് ഗൈനോഷ്യം. ഇതിനെ പറയുന്ന പേരാണ് കാലിക്സ്. ഇതിനെ പറയുന്ന പേര് തലാമസ്. പൂവിന്റെ തണ്ടിനെ പറയുന്ന പേര് പെഡിസൽ. നിങ്ങൾ എല്ലാവരും ചെമ്പരത്തി പൂവിന്റെ വിവിധ ഭാഗങ്ങളെ പരിചയപ്പെട്ടുവല്ലോ. കൂടുതൽ വിവരങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റു കുട്ടികളിലേക്കും ഇത് എത്തിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.